ഈ സഖീഫ് ഗോത്രം മദീനയിൽ നിന്ന് ചതിപ്രയോഗത്തിലൂടെ 2 അൻസാരികളെയും ഒരു അൻസാരിയത്തായ മഹദിയെയും ബന്ദിയായി പിടിച്ചുകൊണ്ടുപോയി. ചതിയിലൂടെ എന്ത് ചെയ്തു? അവർ റാഞ്ചി കൊണ്ടുപോയി. ഒരു മഹദി ഉണ്ടായിരുന്നു, അൻസാരിയത്തായ സ്ത്രീ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദുബ എന്ന് പറയുന്ന ഒട്ടകം ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ റാഞ്ചി, സഖീഫ് ഗോത്രം ഒരു കൊണ്ടുപോയി. അദുബ ഒട്ടകമുണ്ട്. അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ഇവരൊക്കെ ബന്ധനത്തിലിട്ടു. പ്രത്യേകിച്ച് ഈ മഹദിയെ, അൻസാരിയത്തായ സ്ത്രീയെ ബന്ധനത്തിലിട്ടു. അങ്ങനെ സഖീഫ് ഗോത്രത്തിൽ ബന്ധനത്തിൽ കഴിയുന്ന ഈ മഹദി, അൻസാരിയത്തായ സ്ത്രീ, ഒരു രാത്രി അവർക്ക് ബന്ധനത്തിൽ നിന്ന് മോചിതയാകാൻ സാധിച്ചു. ഈ ബന്ധിച്ചിടത്തിൽ നിന്ന് അവർക്ക് മോചിതയാകാൻ സാധിച്ചു. അപ്പം മോചിതയായ ഈ മഹദി എന്ത് ചെയ്ത്, ഈ സഖീഫ് ഗോത്രം അറിയാതെ രാവിൻ്റെ മറവിൽ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് മദീന അണയാൻ, മദീനയിലേക്ക് പായാൻ അവരെന്ത് ചെയ്തു, ശ്രമിച്ചു. അങ്ങനെ മഹദി പറയാണ്, ഏതൊരു ഒട്ടകത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒട്ടകം റഹ എന്നാണ് ഒട്ടകം കരയും, ഒച്ച ഉണ്ടാക്കും. കാരണം എന്താ, പരിചയമില്ലാത്ത ആളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം റസൂലുള്ളാഹിന്റെ ഒട്ടകം ഉണ്ട് അവിടെ, അദുബ ഒട്ടകം. അദുബ ഒട്ടകത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ, അതിൻ്റെ അടുത്തേക്ക് ഈ മഹദി എത്തിയപ്പോൾ അത് ഒച്ച ഉണ്ടാക്കിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മെരുക്കം വന്ന നല്ല ഒട്ടകമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് മഹദി പാഞ്ഞു. എവിടേക്ക്? ഒട്ടകയിൽ പാഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്, മദീനയിലേക്ക് പാഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ മദീനയിലേക്ക് വരുമ്പോൾ ആളുകളൊക്കെ മദീനത്തിൽ നിന്ന് കാണുകയാണ്, ഹാദിഹി നാഖത്തു റസൂലില്ലാ, അദുബ നാഖത്തു റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ഒട്ടകം അദുബ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആളുകളൊക്കെ എന്ത് ചെയ്തു, ആ ഒട്ടകത്തെ കിട്ടിയ സന്തോഷത്തിൽ. പക്ഷെ ഈ മഹദി ഈ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് മദീനയിലേക്ക് പായുമ്പോൾ അവർ നേർച്ച വെച്ചു. എന്താ നേർച്ച? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സുരക്ഷിതമായിട്ട് മദീനയിലേക്ക് ഈ ഒട്ടകപ്പുറത്ത് എത്തിക്കുകയാണ് എങ്കിൽ ഈ ഒട്ടകത്തെ ഞാൻ അറുത്ത് അതിൻ്റെ മാംസം ഞാൻ വിതരണം ചെയ്യും, നേർച്ചയാക്കി. അള്ളാഹു എന്നെ ഈ ഒട്ടകപ്പുറത്ത് സുരക്ഷിതയാക്കിയിട്ട് മദീനത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇതിനെ അറുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, മാംസം വിതരണം ചെയ്യും, നേർച്ചയാക്കിയത്. അപ്പോൾ ആളുകളൊക്കെ അദുബ നാഖത്തു റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ഒട്ടകം അദുബ, അതിനെ കിട്ടി എന്ന് പറയുമ്പോൾ ഈ മഹദി പറയാണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇതിനെ അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, ഇത് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഒട്ടകം വന്നിട്ടുണ്ട്, ഒരു മഹദി അതിന്മേ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒട്ടകം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അറുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സുബ്ഹാനല്ലാഹ് ബിഅസ മാ ജസത്ഹ, സുബ്ഹാനല്ലാഹ് ബിഅസ മാ ജസത്ഹ, ആ മഹദി ആ ഒട്ടകത്തിന് നൽകിയ പ്രതിഫലം, കൂലി എത്ര മോശം. അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അർക്കത്ത് കൊടുക്കാന്നല്ലേ പറഞ്ഞത്, എത്ര മോശം. അവരങ്ങനെ നേർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ വഫാ അലി നദിരിൻ ഫി മാസിയത്തില്ലാ വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു നേർച്ചക്കും പൂർത്തീകരണമില്ല, മനുഷ്യൻ ഉടമപ്പെടുത്താത്തതിലും എന്തില്ല, നേർച്ചല്ല. ഈ ഒട്ടകത്തെ മഹദി ഉടമപ്പെടുത്തിയിട്ടില്ല. ശരിയാണ്, അവർ ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ടുപോയി ബന്ധനത്തിലുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ഒട്ടകം എന്നുള്ള നിൽക്കാണ് അവരെന്ത് അതായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് അത് ഉടമപ്പെടുത്താം. കാരണം എന്താ, അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരികയല്ലേ. പക്ഷേ ഇതൊട്ടക ആരുടേതാ? ഇതിന് ഉടമയുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകമാണ്. അപ്പം അതിനെ നേർച്ച നേർന്നപ്പോൾ ആൾ ഉടമപ്പെടുത്താത്തതിൽ നേർച്ചയ്ക്ക് പൂർത്തീകരണമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.